ഹായ് ഇറ്റ്സ് മീ ഷെലിയാസ് ഫ്രോം കോഡ് ഡിസൈൻ. അപ്പൊ ഇന്ന് നല്ല പുതിയൊരു കളക്ഷൻ ആണ്. 3-piece സ്യൂട്ട് സെറ്റ് ആണ് കേട്ടോ. കോട്ടൺ അജ്രക് കോട്ടൺസിൽ വരുന്ന ഐറ്റംസ് ആണ് ഇന്ന് കാണിക്കുന്നത്. അപ്പൊ ഒരുപാട് പേര് മൊഡാൾ സിൽക്ക് ഐറ്റംസ് ഒക്കെ കാണിക്കുമ്പോൾ അജ്രക് ബ്ലോക്ക് പ്രിന്റ് ചെയ്തിട്ടുള്ള കോട്ടൺ സ്യൂട്ട് സെറ്റ് കാണിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കമന്റ്സ് വരാറുണ്ട്. അപ്പൊ അതേപോലത്തെ ഐറ്റം ആണ് ഇന്ന് കാണിക്കുന്നത്. അപ്പൊ നമ്മൾ വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാവുന്ന പീസ് പെട്ടെന്ന് ആയിക്കോട്ടെ സ്ക്രീൻഷോട്ട് എടുക്കുക, താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്ത് ഓർഡർ പ്ലേസ് ചെയ്യുക കേട്ടോ. പേയ്മെന്റ് ഒക്കെ ഗൂഗിൾ പേ ത്രൂ ആണ്. അതുപോലെ അക്കൗണ്ട് ട്രാൻസ്ഫറും പോസിബിൾ ആണ്. DTDC പോസ്റ്റൽ സൗകര്യം ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഓക്കെ ചെയ്ത് സെലക്ട് ചെയ്യുക. റീപ്ലേസ്മെന്റ് റീഫണ്ടിങ് പോലെ അതുകൊണ്ട് ശ്രദ്ധിച്ച് പർച്ചേസ് ചെയ്യാം. പിന്നെ ഈ ഐറ്റം എന്നുള്ളത് ഭയങ്കര രസമുള്ള സാധനമാണ്. കോട്ടൺ അജ്രക്കാണ്. നമുക്ക് കാണുമ്പോൾ ഒരു പെട്ടെന്ന് കാണുമ്പോൾ വലിയൊരു ഫീൽ ഒന്നും വരില്ല. ഞാൻ എല്ലാ വീഡിയോസിലും പറഞ്ഞ പോലെ ഒരു നോർമൽ ഒരു എന്താ പറയാ ഒരു ബെഡ്ഷീറ്റ് ഫീൽ നമുക്ക് ഇങ്ങനെ മടങ്ങിയിരിക്കുമ്പോൾ തോന്നും കേട്ടോ. പക്ഷെ ഇത് ഓപ്പൺ ചെയ്ത് അതിന്റെ ഡിസൈൻസ് ഒക്കെ ഭയങ്കര യുണീക്കാണ്. അത് സ്റ്റിച്ച് ചെയ്തിരുന്ന കംഫർട്ടബിളും അതുപോലെ തന്നെ അതിന്റെ എന്താ പറയാ ആ പ്രിന്റിന്റെ ഭംഗിയും ഒക്കെ കൂടെയാണ് ഇതിന്റെ ആ ഒരു ഭംഗി എൻഹാൻസ് ചെയ്യുന്നത്. പിന്നെ അത് മാത്രമല്ല ഇത് കയ്യിൽ കിട്ടുന്ന സമയത്ത് ചിലപ്പോൾ ചില ആളുകൾക്ക് ഇത് നോർമൽ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റുകളാണ്. അപ്പോൾ അത്രയും നമ്മൾ ഡിജിറ്റൽ പ്രിന്റ് പോലെ അത്ര ക്ലിയർ ക്ലാരിറ്റി ആയിട്ടുള്ള ഇതല്ല. 3190 ആണ് കോസ്റ്റ് വരുന്നത്. അപ്പോൾ ചില ആളുകൾ എടുത്തു കഴിഞ്ഞാൽ ചില ആളുകൾക്ക് ഓക്കെ അജ്രക് കോട്ടൺസിനെ പറ്റി അറിയുന്നവർക്ക് അറിയാം. അല്ലാത്ത ആളുകൾക്ക് പറയും എന്താ ചില ഏരിയകളിലൊക്കെ അവിടെ ഇവിടെയൊക്കെയാണല്ലോ പ്രിന്റ് കംപ്ലീറ്റ് ആയിട്ട് പതിഞ്ഞിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ മെസ്സേജ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയല്ല, ഇതിന്റെ ആ ഒരു നാച്ചുറൽ പ്രിന്റ് ആണ്, അല്ലെങ്കിൽ നാച്ചുറൽ ഡൈ ആണ് ചെയ്യുന്നത്. അപ്പോൾ അത് അങ്ങനെ തന്നെയാണ് വരുള്ളൂ. അപ്പോൾ അത് ഞാൻ മുൻകൂട്ടി പറഞ്ഞതാണ്. അങ്ങനെ ഓക്കെ ആയിട്ടുള്ളവർ പർച്ചേസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഓക്കെ ഓരോന്നോരോന്നായിട്ട് കണ്ടു തുടങ്ങാം. ഫസ്റ്റ് വണ്ണ് വന്നിട്ട് നല്ലൊരു ചെറിയ ഡോട്ടഡ് പാറ്റേണിൽ വരുന്നതാണ്. ഒരു പോൾക്ക ഡോട്ടഡ്. പക്ഷെ ഈ ഒരു ഡിസൈൻ ഉണ്ടല്ലോ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇതിലുള്ള എല്ലാതും ഓരോന്നോരോന്ന് കാണുമ്പോൾ അറിയാം. അപ്പോൾ ബാക്ക് ആൻഡ് ഫ്രണ്ട് ഇതുപോലെ ഡോട്ടഡ് പാറ്റേൺ ആണ് വരുന്നത്. പിന്നെ നെക്കിന്റെ ഏരിയയിൽ കുറച്ചിങ്ങനെ ലോങ് ആയിട്ടുള്ളൊരു ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ. നോർമലി ഉള്ള നമ്മൾ 2690 ഇത് ഡിഫറെൻ്റ് ആണ്. എന്തുകൊണ്ട് 3190 വന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മെറ്റീരിയൽ ഒന്നും കൂടെ തിന്നാണ്, ഒന്നും കൂടെ സോഫ്റ്റ് ആണ് ഈ കോട്ടൺ വരുന്നത്. ഒന്നും കൂടെ നമുക്ക് പിടിക്കുമ്പോൾ തന്നെ അതിന്റെ ക്വാളിറ്റി നമുക്ക് അറിയാൻ പറ്റും. ഒന്നും കൂടെ ഫൈൻ ആയിട്ടുള്ളതാണ്. ബോട്ടം വരുന്നത് ഫുള്ളി ബ്ലോക്ക് പ്രിന്റ് ചെയ്തിട്ടുള്ള ഐറ്റാണ് വരുന്നത് കേട്ടോ. സ്ക്രീൻ പ്രിന്റ് അല്ല, ബ്ലോക്ക് പ്രിന്റ് ആണ്. ദുപ്പട്ട വരുന്നത് 2.5 മീറ്റർ ആണ്. നോർമലി ഉള്ളതിനേക്കാളും കുറച്ചും കൂടെ വിഡ്ത്ത് കുറവാണ് വരുന്നത്. 38-40 ആണ് ഇതിന്റെ വിഡ്ത്ത് വരുന്നത്. ഒന്നും കൂടെ മാനേജബിൾ ആയിട്ടുള്ള ദുപ്പട്ടയാണ് വരുന്നത് കേട്ടോ. ഇതാണ് ദുപ്പട്ട വരുന്നത്. ഇതാണ് ബോട്ടം വരുന്നത്. ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഐറ്റം കാണുന്നതിലും നമ്മൾ സ്റ്റിച്ച് ചെയ്തിടുമ്പോൾ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ലുക്ക് ഇതും വരും. അതുപോലെ തന്നെ കാണുമ്പോൾ നല്ലൊരു റിച്ച് ലുക്കും വരുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. നെക്സ്റ്റ് വൺ വന്നിട്ട് ഇപ്പം ഞാൻ ഇട്ടുള്ള ദുപ്പട്ട കണ്ടാ കുറച്ച് സൈസ് ഓവറാണ്. 44 ഇങ്ങനെ ഇടുന്ന ആളുകൾക്കൊക്കെ കുറച്ച് ഇതാണ്. അപ്പം ഞാൻ സാധാരണ അത് വിടുത്ത് കുറയ്ക്കുക ചെയ്യാറ്. പക്ഷേ ഇത് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾറെഡി സൈസ് ഉണ്ട്, പക്ഷെ കുറച്ചും കൂടെ കമ്പാരിറ്റീവ്ലി നമ്മൾ നോർമൽ കോട്ടൺസിനെക്കാളും ഒന്നും കൂടെ ഷോർട്ടാണ്. അടുത്ത ഡിസൈൻ വരുന്നത് ഒരു പോൾക്ക ഒരു ഡോട്ടഡ് പാറ്റേണിൽ വരുന്നതാണ് കേട്ടോ. മെറൂൺ കളറാണ്. മെറൂൺ എന്ന് പറയുമ്പോൾ ഒരു ബ്രിക്ക് റെഡ് കളർ വരുന്ന മെറൂൺ ആണ്. അതിലേക്ക് ബ്ലാക്ക് കളറിൽ വരുന്ന ഡോട്ടഡ് പാറ്റേൺ ആണ് കേട്ടോ. ഫ്രണ്ട് ആൻഡ് ബാക്ക് സെയിം ഇതേ പാറ്റേൺ തന്നെയാണ്. ഈ ലൈൻ ലോവർ പാർട്ടിലെ ലൈന് ബാക്കിലേക്കും ഉണ്ട്. നമുക്കൊരു 49 ഒക്കെ ലെങ്ത് ഉണ്ടായിരിക്കും. 4XL സൈസ് വരെ ചെയ്യാനായിട്ട് പറ്റുന്ന പീസാണ് കേട്ടോ. അടിപൊളി കോട്ടൺ ആണ്. ദുപ്പട്ട വരുന്നതും ബോട്ടം വരുന്നത് ഫുള്ളി ബ്ലോക്ക് പ്രിന്റ് ചെയ്തിട്ടുള്ള ബോട്ടം. ഓക്കെ, ഇതാണ് ബോട്ടം വരുന്നത്. ദുപ്പട്ട വരുന്നതും സെയിം പ്രിന്റ് ആയിരിക്കും. വിത്ത് ടെസൽസ് ആണ്. 2.5 മീറ്റർ ഞാൻ പറഞ്ഞല്ലോ. ദുപ്പട്ടയ്ക്ക് 2.5 മീറ്റർ ഉണ്ടായിരിക്കും. ഓക്കെ, ഇതാണ് ദുപ്പട്ട വരുന്നത് കേട്ടോ. ഒക്കെ ഒരു എന്താ പറയാ സിമ്പിൾ ആണ്, എന്നാൽ നല്ലൊരു ഒരു ഭംഗി തോന്നുന്ന പാറ്റേൺ. ഓക്കെ, സെക്കൻഡ് വൺ കേട്ടോ. മെറൂൺ കളറ്. മെറൂൺ എന്ന് പറയുമ്പോൾ കട്ട മെറൂൺ അല്ല, ഒരു ബേക്ക്ഡ് ഓറഞ്ച് കളർ മിക്സ് വരുന്ന ടൈപ്പ് മെറൂൺ ആണ്. അടുത്തത് വരുന്ന നല്ലൊരു യെല്ലോയും അതുപോലെ തന്നെ നോർമലി യെല്ലോയ്ക്ക് ഗ്രീൻ കളർ. അപ്പൊ ഞാൻ ഇട്ടിട്ടുള്ള കോമ്പിനേഷൻ ഗ്രീൻ ആണ്. പീകോക്ക് ഗ്രീൻ ആണ് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ 49 ലെങ്ത് ആണ്. 4XL സൈസ് ആണ് വരുന്നത്. ഇതിന്റെ പ്രിന്റ് വരുന്നത് ഇങ്ങനെ ഓൾ ഓവർ ഒരു അജ്രക് പ്രിന്റ് വരുന്നുണ്ട്. സെന്റർ പാർട്ട് ഇങ്ങനെ ഒരു ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്ന പാറ്റേൺ കേട്ടോ. ആ ഒരു പീകോക്ക് ഇങ്ങനെ ഡീപ്പായിട്ട് നമുക്ക് വിസിബിൾ ആവും, കാരണം പ്രിന്റ് അവിടെ വേറെ എക്സ്ട്രാ ഒന്നും വരുന്നില്ലല്ലോ. ബോട്ടം വരുന്നത് ഒരു നല്ലൊരു യെല്ലോ കളറിൽ വരുന്ന ഹൽദി യെല്ലോ ഷെയ്ഡിൽ വരുന്നത് വിത്ത് ഗ്രീൻ കളറും കൂടെ. ഒരു ഗ്രീൻ അല്ല, ഒരു ബ്ലൂയിഷ് ഗ്രീൻ കളർ മിക്സിംഗ് ആയിട്ടുള്ള പ്രിന്റും കൂടെ വരുന്നുണ്ട്. ദുപ്പട്ട വരുന്നത് 2.5 മീറ്റർ ആണ്. സോഫ്റ്റ് ആയിട്ടുള്ള ടൈപ്പ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. അജ്രക് കോട്ടൺ ആണ്. ഒന്നുകൂടെ തിന്നായിട്ടുള്ളതാണ്. ഇതാണ് ദുപ്പട്ട വരുന്നത്. ഇത് ബോട്ടം. അതൊരു സെറ്റ് നല്ല കോമ്പിനേഷൻ ആണ്. അടുത്ത സെറ്റ് വരുന്നത് നല്ലൊരു ഐവറി ഷെയ്ഡിൽ വരുന്നതാണ് കേട്ടോ. അതിൽ ഒരു പാകിസ്ഥാനി ടൈപ്പിൽ വരുന്ന നെക്കാണ് വരുന്നത്. കുറച്ച് ലോങ് ആയിട്ടുള്ള ആ ഒരു കാറ്റഗറിയിൽ വരുന്ന നെക്കാണ് വരുന്നത്. പിന്നെ ബാക്ക് പോർഷൻ ഡോട്ടഡ് പാറ്റേൺ ആണ്. ഒരു
ബ്ലാക്ക് ഡോട്ട്സ് വരുന്ന പാറ്റേൺ ആണ് കേട്ടോ. ഫ്രണ്ടിൽ നെക്ക് പാർട്ട് വരുന്നുണ്ട്, അതുപോലെ തന്നെ 2 സൈഡിലായിട്ടൊരു ലൈൻ പാറ്റേൺ കൂടെ വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഫ്രണ്ട് പാർട്ട് വരുന്നത് ടോപ്പിന്റെ കേട്ടോ. 49 ആണ് ലെങ്ത് വരുന്നത്. നമുക്കൊരു 4XL സൈസ് വരെ ചെയ്യാനായിട്ട് പറ്റും. ബോട്ടം ഫുള്ളി ഈ ഒരു ഡോട്ടഡ് പാറ്റേൺ ആണ് വരുന്നത്, ഫുള്ളി ഡോട്ടഡ് പാറ്റേൺ ആണ്. ദുപ്പട്ട ഒരു ബോർഡറും കൂടെ വരുന്നുണ്ട്. നമുക്ക് ടോപ്പിന്റെ ആ ഒരു പ്രിന്റോട് മാച്ചിങ് ആയ ബോർഡറും അതുപോലെ തന്നെ പല്ലു ഏരിയയും കൂടെ വരുന്നുണ്ട്. 2.5 മീറ്റർ ആണ്. ദുപ്പട്ട വരുന്ന വിത്ത് ടെസൽസ് ആണ് കേട്ടോ. ടെസൽ വരുന്ന ഒരു ബേക്ക്ഡ് ഓറഞ്ച് കളറിൽ വരുന്ന ടെസൽ കേട്ടോ. ഇതാണ് ഒന്ന് വരുന്നത്. ഓക്കെ, കളറൊക്കെ എന്ന് പറഞ്ഞാൽ റയർ കളേഴ്സുകളാണ്. പിന്നെ ഡിസൈനുകളും ഒരു വെറൈറ്റി ഉള്ള ഡിസൈൻ, നോർമലി ബ്ലോക്ക് പ്രിന്റ് പോലെ കുറച്ചൊരു വെറൈറ്റി ഉണ്ട്. അടുത്ത കളർ നമ്മൾ ഇതുവരെ കാണിക്കാത്തൊരു കളറാണ്. ഒരു ഡീപ്പ് എന്താ പറയാ, എന്ത് ഷെയ്ഡ് എന്നാ പറയാ, എന്ത് കളർ എന്ന് പറയുന്നതിന്, ചോക്ലേറ്റ് ഷെയ്ഡിന്റെ ഡീപ്പായിട്ടുള്ള ഡാർക്ക് ചോക്ലേറ്റ് ഷെയ്ഡിൽ ഐസ്ക്രീമിന്റെ ചോക്ലേറ്റ് ഐസ്ക്രീമിന്റെ ഡീപ്പ് ഷെയ്ഡാണ് വരുന്നത്. നെക്കിനൊരു വി പാറ്റേൺ ആണ് വരുന്നത് കേട്ടോ. ബാക്ക് ആൻഡ് ഫ്രണ്ട് ഇതുപോലെ ഫുള്ളി ഒരു ഫ്ലോറൽ പാറ്റേണിൽ വരുന്ന പ്രിന്റ് ആണ് വരുന്നത്. നെക്കിന്റെ ഏരിയ ആണ് ഒരു വി പാറ്റേൺ വരുന്നത് കേട്ടോ. കേട്ടോ, ഒരു വി നെക്ക് പാറ്റേണിൽ വരുന്ന നെക്കാണ്. പിന്നെ ബോട്ടം വരുന്നത് ഫുൾ ഈ ഒരു പ്രിന്റാണ് വരുന്നത്. ബോട്ടം നല്ല രസം ഉണ്ടായിരിക്കും. നമുക്കൊരു പാരലൽ ബോട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല അതിൻ്റെ ആ പ്രിന്റ് ഫുള്ള് നമുക്ക് കിട്ടുമല്ലോ. ആംഗിൾ ലെങ്ത് ഒക്കെ ആകുമ്പോൾ കുറച്ച് കട്ടായി പോവും. പാരലൽ ബോട്ടം ആയിരിക്കും ബെസ്റ്റ് ആയിട്ടിരിക്കുക. ദുപ്പട്ട വരുന്നത് ആ ടോപ്പ് ബോട്ടത്തിന്റെ സെയിം പ്രിന്റ് ബോഡിയിൽ വന്നിട്ട് പല്ലു ഏരിയയിൽ ഈ കളർ നല്ല രസമുണ്ട്. അതിലേക്ക് ആ ഒരു ഡീപ്പ് ടാൻ ഷെയ്ഡ് അല്ലെങ്കിൽ ഡീപ്പ് ചോക്ലേറ്റ് ഷെയ്ഡിലേക്ക് നല്ലൊരു എന്താ പറയാ, ഒരു ബ്ലൂ ഷെയ്ഡും കൂടെ, ഒരു പൗഡർ ബ്ലൂവിന്റെ ഒരു ഡസ്റ്റി ഷെയ്ഡും കൂടെ ഇടയിൽ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഓക്കെ, ഇതാണ് ഒരു ഒന്ന് വരുന്നത്. അടുത്ത പാറ്റേൺ വരുന്നത് സെയിം നമ്മളിപ്പോൾ കണ്ടതിന്റെ തന്നെ കളർ ചേഞ്ച്. ഇത് വരുന്നത് ഒരു ചോക്ലേറ്റ് കളർ കേട്ടോ. ഇതൊരു ചോക്ലേറ്റ് ഷെയ്ഡ്, മറ്റത് ഒരു ചോക്ലേറ്റ് ഐസ്ക്രീമിന്റെ ഷെയ്ഡ്. അതാണ് 2 തമ്മിലുള്ള വ്യത്യാസം കേട്ടോ. ചോക്ലേറ്റ് ഷെയ്ഡാണ് വിത്ത് മെറൂൺ കളർ. മെറൂൺ എന്ന് പറയുമ്പോൾ ഒരു ബേക്ക്ഡ് ഓറഞ്ച് കളർ മിക്സ് ആയിട്ടുള്ള മെറൂൺ കളറാണ്. ടോപ്പ് വരുന്നത് അല്ല, നേരത്തെ നമ്മൾ കണ്ടിട്ട് കളർ ചേഞ്ച് അല്ലല്ലേ, ഡിഫറെന്റ് ആണ്. നേരത്തെ ഒരു വി പാറ്റേണിൽ വരുന്നതല്ലേ. കളർ കുറച്ച് ഇങ്ങനെ ഡിഫറെന്റ് ആണ്. ഇതൊന്നും കൂടെ ചോക്ലേറ്റ് കളർ വരുന്നതാണ്. ഇതിന്റെ സെന്റർ നോക്കി നോക്കിയാൽ ഒരു ഡയമണ്ട് ഷേപ്പിൽ വരുന്ന ഒരു പ്രിന്റ് വരുന്നുണ്ട്. എൻഡിലേക്ക് ഇതുപോലെ വരുന്നുണ്ട്. ഓൾ ഓവർ അങ്ങനെയാണ് വരുന്നത്. ബോട്ടം വരുന്നത് നല്ലൊരു ചെറിയ പ്രിന്റ് വരുന്ന ഒരു പാറ്റേൺ ആണ് കേട്ടോ. കുഞ്ഞു പ്രിന്റുകൾ വന്നിട്ടുള്ള ബോട്ടാണ് വരുന്നത്. പിന്നെ ദുപ്പട്ടയുടെ സൈഡിലേക്ക് പല്ലു പാർട്ടിലേക്ക് ഈ ഇത് വരും, ആ ഒരു ഡിസൈൻ. ഓക്കെ, നല്ല കോമ്പിനേഷൻ ആണ്. നല്ലൊരു ഒരു ബേക്ക്ഡ് ഓറഞ്ച് കളർ മിക്സിംഗ് ആയിട്ടുള്ളൊരു മെറൂൺ കളർ കേട്ടോ. അതും ബോട്ടം കൂടെ വരുന്ന സൂപ്പർ പീസ്. അടുത്തത് ഇതിൽ കളർ ചേഞ്ചസ് ഉണ്ട്. കളേഴ്സ് ഞാൻ ഓരോന്നായിട്ട് കാണിക്കും. അടുത്തത് വരുന്നത് ഇതിന് തന്നെ ജസ്റ്റ് കളർ ചേഞ്ച് വരുന്നതാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ ഒരു ഇത് ശരിക്കും പറയാം സിമന്റ് ഷെയ്ഡ് എന്ന് പറയുമ്പോൾ സിമന്റ് ഗ്രേ എന്ന് പറയും അല്ലേ. തൊട്ട് പോലെ കാണിച്ചത് ഞാൻ ചോക്ലേറ്റ് ഐസ്ക്രീം എന്ന് പറഞ്ഞില്ല, അതിനേക്കാളും എനിക്ക് ഒന്നും കൂടെ മാച്ചിങ് ആയിട്ട് തോന്നുന്നത് സിമന്റ് ഗ്രേ ഷെയ്ഡാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ ഒരു ഷെയ്ഡ് ഉണ്ടല്ലോ, ഒരു നല്ലൊരു ഈ വിൻറ്റേജ് കളേഴ്സിലൊക്കെ വരുന്ന അങ്ങനത്തെ ഒരു കളറിൽ വരുന്നതാണ്. ഒരു നല്ലൊരു ബ്ലൂ, ഒരു ഡസ്റ്റി ഷെയ്ഡിൽ വരുന്നൊരു ബ്ലൂ കേട്ടോ. അപ്പോൾ ഫ്രണ്ട് ഇങ്ങനെയാണ് വരുന്നത്. ഫ്രണ്ട് ജസ്റ്റ് സെൻറ്റർ പാനലുമായിട്ട് ലോവർ പാർട്ടിലേക്ക് ബോർഡർ വരുന്നുണ്ട്. ബാക്ക് പോർഷൻ ഫുള്ള് ഈ ഒരു പ്രിന്റ് ആണ് വരുന്നത് കേട്ടോ. 49 ലെങ്ത് കിട്ടും. നമുക്ക് അതുപോലെ ഒരു 4XL സൈസ് വരെയൊക്കെ ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് എക്സ്ട്രാ ലെങ്ത് വേണമെങ്കിൽ ബാക്കിലേക്ക് ജോയിന്റ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഇതാണ് ബോട്ടം വരുന്നത്. അതുപോലെ ദുപ്പട്ട നമ്മൾ കണ്ടതിന്റെ കളർ ചേഞ്ച് ആയിട്ട് വരുന്നതാണ് കേട്ടോ. ആ ബേക്ക്ഡ് ഓറഞ്ച് കളർ വരുന്നിടത്ത് ഈ ഒരു ബ്ലൂ ഷെയ്ഡ് വരും, അതാണ് ചേഞ്ച് വരുന്നത്. അതുപോലെ ഈ ഒരു ഷെയ്ഡ് സിമന്റ് ഗ്രേ ഷെയ്ഡിൽ വരുന്നത്. എനിക്ക് ഈ ഒരു കളർ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നമ്മൾ ഇതുവരെ ഇങ്ങനത്തെ ഒരു ടൈപ്പ് കളർ കാണിച്ചിട്ടില്ല കേട്ടോ. അതാണ് ഷെയ്ഡ് വരുന്നത്. അടുത്തത് സെയിം അതിന്റെ തന്നെ കളർ ചേഞ്ച് വരുന്നതാണ്. മെറൂണും അതുപോലെ തന്നെ ബ്ലാക്ക് ഷെയ്ഡും കൂടെ വരുന്നത് കേട്ടോ. മെറൂൺ എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു ചെറുതായിട്ടൊരു ബേക്ക്ഡ് ഓറഞ്ച് മിക്സിങ് വരുന്ന മെറൂൺ ആണ്, അല്ലാണ്ട് ഡീപ്പ് മെറൂൺ കളർ അല്ല കേട്ടോ. പിന്നെ 49 ആണ് നമുക്ക് ലെങ്ത് വരിക. സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ്, ഭയങ്കര തിന്നല്ല ഞാൻ പറയുന്നത്. നോർമലി ഉള്ള സ്റ്റിഫായി നിൽക്കുന്ന ടൈപ്പ് കോട്ടൺ അല്ല. അതുകൊണ്ടാണ് കോസ്റ്റ് 3190 വരുന്നത് കേട്ടോ. നല്ല ഒന്നും കൂടെ റിച്ച് ആയിട്ടുള്ള അജ്രക് കോട്ടൺ ആണ് കേട്ടോ. അതുപോലെ ഇതിന്റെ ഞാനൊരു ടൈമിൽ ഇതുപോലത്തെ ഒരു കാറ്റഗറി കാണിച്ചിട്ടുണ്ട്, 3190 എന്നുള്ള പ്രൈസ് വരുന്നത്. നല്ല റെസ്പോൺസ് ആയിരുന്നു നിങ്ങളുടെ ഭാഗത്ത്. അപ്പോൾ വീണ്ടും അതേ കാറ്റഗറി ഇൻക്ലൂഡ് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൽ കൂടുതൽ കളക്ഷൻസ് ആണ് ഇപ്പോൾ കാണിക്കണം ഞാൻ. അപ്പോൾ അതുപോലെ ദുപ്പട്ട 2.5 മീറ്റർ ആണുള്ളത്, വിത്ത് ടെസൽസ് ആണ്. 2 എൻഡിലും നമുക്ക് ആ ഒരു
ബ്ലൂ കളർ മിക്സ് ആയിട്ടുള്ള, ഇതിലും അതേ ബ്ലൂ ആട്ടോ വരുന്നത്. നേരത്തെ നമ്മൾ സിമന്റ് ഗ്രേ ഷെയ്ഡ് കണ്ടല്ലോ, അതിന്റെ സെയിം ബ്ലൂ ആണ് ഇതിലേക്കും വരുന്നത്. അപ്പോൾ ഇതാണ് അതിന്റെ കളർ ചേഞ്ച് വരുന്നത്. ഇനി ഇതിന്റെ ഒരു ഷെയ്ഡും കൂടെ ഉണ്ട്, ബ്ലാക്ക് ഷെയ്ഡാണ് വരുന്നത് കേട്ടോ. സെയിം തന്നെ ബ്ലാക്ക് കളറും കൂടെ വരുന്നുണ്ട്. ബ്ലാക്ക് വിത്ത് മെറൂൺ ആണ് കോമ്പിനേഷൻ വരുന്നത്. അടിപൊളിയാണ്. അതിലേക്ക് ഡീപ്പ് മെറൂൺ ആണ് കളർ കോമ്പിനേഷൻ വരുന്നത് കേട്ടോ. ഡീപ്പസ്റ്റ് ആയിട്ട് നമ്മൾ തൊട്ട് മുന്നേ കണ്ടതിലൊക്കെ ബോട്ടം വന്നിരുന്നു. സോറി, ആ കളർ കോമ്പിനേഷൻ കുറച്ചൊരു ബേക്കർ ഓറഞ്ച് കളർ മിക്സ് ആയിട്ടുള്ള ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് കുറച്ച് ഡാർക്ക് ഒരു ഡീപ്പ് കളർ ആയിട്ടുള്ളതാണ്. അപ്പൊ ഫ്രണ്ടില് ലോവർ പാർട്ടിലും അതുപോലെ തന്നെ ബാക്ക് സൈഡിലും ഉണ്ട് കേട്ടോ ഈ പ്രിന്റ്. ഓക്കെ, ബാക്ക് പോർഷനിലും ഉണ്ട് ലോവർ പാർട്ടിലായിട്ട് ഈ പ്രിന്റ്. സെന്റർ പാനലായിട്ട് ഇതുപോലെ സൈഡിലേക്ക് വരുന്നുണ്ട്. ബാക്ക് പോർഷൻ ഓൾ ഓവർ ഈ ഒരു പ്രിന്റ് ആണ് വരിക. പക്ഷെ എൻഡിലായിട്ടൊരു ബോർഡറും കൂടെ ഉണ്ട്. ബോട്ടം നോക്കിയ ബ്ലാക്കിലേക്ക് ഒരു ഡസ്റ്റി ഷെയ്ഡിൽ വരുന്നൊരു ബ്ലൂ കളറാണ് ബോട്ടം വരുന്നത്. ദുപ്പട്ടയുടെ ബോഡി അപ്പോൾ ആ ഒരു സെയിം പ്രിന്റ് തന്നെ ആയിരിക്കും കേട്ടോ ബോട്ടത്തിന്റെ. എന്നിട്ട് രണ്ട് എൻഡിലേക്കും ഈ ഒരു ബോർഡർ പാറ്റേൺ, ആ ബോർഡർ പാറ്റേൺ രസമുണ്ട്. ഓക്കെ, ഇതാണ് ബോട്ടം വരുന്നത് കേട്ടോ. ഇതിന് മടങ്ങിയിരിക്കുന്നതിലും കൂടുതൽ അതിൻ്റെ ആ ഒരു ഡീറ്റെയിൽഡ് ഇതൊക്കെ അറിയുമ്പോൾ നമുക്കത് ശരിക്കും അതിൻ്റെ ഓപ്പൺ ഇതിലാണ് കൂടുതൽ ഇത് ഭംഗി അറിയണം. അടുത്തത് ബ്ലാക്ക് കോമ്പിനേഷൻ തന്നെയാണ്. ബ്ലാക്ക് കളറാണ് വിത്ത് മെറൂൺ, ഡീപ്പ് മെറൂൺ ആണ്. അതിന്റെ പാറ്റേൺ ഒരു ഡിഫറെന്റ് ആണ്. പ്രിന്റ് ഒരു ഫ്ലോറൽ പ്രിന്റ് ആണ്, പക്ഷെ നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റ് ആണ് വരുന്നത്. ഒരു റോസ് ഫ്ലവറിന്റെ ഒരു പ്രിന്റ് ആട്ടോ വരുന്നത് കേട്ടോ. ഇങ്ങനെ വരുന്ന പ്രിന്റ് ആണ്. സെന്റർ പാനലാണ്. ഞാൻ പറഞ്ഞത് എപ്പോഴും മനസ്സിലുണ്ടായിരിക്കണം, പ്രിന്റ് ഒന്നും ആക്യുറേറ്റ് അല്ല, ഫുൾ നമുക്ക് ഹാൻഡ് ബ്ലോക്ക് പ്രിന്റുകളാണ്. അതുപോലെ നാച്ചുറൽ ഡൈ യൂസ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ആവുന്നത് കൊണ്ട് തന്നെ നമ്മൾ കൈകൊണ്ട് ചെയ്യുന്ന കാരണം അതിൻ്റെതായ ഇംപെർഫെക്ഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും. അത് ഓക്കെ ആയിട്ടുള്ള ആളുകൾ പർച്ചേസ് ചെയ്യുക, അല്ലെങ്കിൽ ഇതിന് മുന്നേ അങ്ങനെ എടുത്ത് ഓക്കെ ആണെന്നുള്ളവർ പർച്ചേസ് ചെയ്യട്ടെ. സെൻട്രൽ പാനൽ വരുന്നതാണ്. 49 ആണ് ലെങ്ത് വരുന്നത്. ഈ ഒരു പോർഷൻ ലോവർ പാർട്ടിലേക്ക് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം, അല്ല നമുക്ക് പുറത്തേക്ക് വരുന്ന ആ ഒരു രീതിയിൽ അപ്പർ യോക്കാക്കിയിട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാൻ പറ്റും. നമ്മുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് അത് മേലേക്കോ താഴേക്കോ ഒക്കെ നമുക്ക് തീരുമാനിക്കാം. അടുത്തത് വരുന്നത് ബോട്ടാണ്. ബോട്ടം ഒരു ചെറിയൊരു പ്രിന്റും അതുപോലെ തന്നെ ഒരു കേർവ് ഷേപ്പ് ഒക്കെ വന്നിട്ട് മിക്സ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് വരുന്നത്. ദുപ്പട്ടയും അപ്പം അതുപോലെ തന്നെ ആയിരിക്കും. ദുപ്പട്ടയുടെ ബോഡി പാർട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ദുപ്പട്ട വരുന്നത് കേട്ടോ. സെയിം, ഇത് ബോട്ടം. ഓക്കെ, അടുത്തത് ഇതിന്റെ തന്നെ കളർ ചേഞ്ച് വരുന്ന നമ്മുടെ സിമന്റ് ഗ്രേ ഷെയ്ഡ് ഉണ്ടല്ലോ, അതിൽ ബ്ലൂ ബ്ലാക്ക് ഒക്കെ മിക്സിങ് ആയിട്ടുള്ളത് കേട്ടോ. ഇതിലത്തെ ബ്ലൂ കുറച്ചും കൂടെ ഒരു എന്താ പറയാ, ഒരു ഐസ് ബ്ലൂ ഷെയ്ഡിലേക്കാണ് പോയിട്ടുള്ളത്. നമ്മൾ തൊട്ട് മുന്നേ കാണിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഡസ്റ്റി ബ്ലൂ ഷെയ്ഡ് ആയിരുന്നു കേട്ടോ. ഇതൊരു ഐസ് ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് ഇതിലേക്ക്. ഓക്കെ, അപ്പൊ സെന്ററിൽ പാനൽ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. സെന്റർ പാനൽ നോക്കിയേ, സെന്ററിൽ പാനൽ വരുന്നുണ്ട്. പിന്നെ ബാക്ക് പോർഷനിൽ ഞാൻ പറഞ്ഞില്ല, ഈ ബോർഡർ ലോവർ പാർട്ടിൽ കൊടുക്കാം, നമുക്ക് അപ്പർ പോർഷനിലേക്ക് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം, നമ്മുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് വരുന്നത്. ബോട്ടം വരുന്നത് ഈ ഒരു പ്രിന്റ് ആണ് വരുന്നത്, ക്ലിയർ ആയിട്ടുള്ളത് ഈ ഒരു പ്രിന്റ് വരും ബോട്ടം. ദുപ്പട്ട 2.5 മീറ്റർ ആണ് വിത്ത് ടെസൽ. ഞാൻ പറഞ്ഞതുപോലെ നോർമൽ ഉള്ള നമ്മുടെ അജ്രക്കിന്റെ കോട്ടൺ സ്യൂട്ട് സെറ്റിന്റെ അത്ര അങ്ങോട്ട് വീതിയല്ല, പക്ഷെ ഇത് മാനേജബിൾ ആണ്. മറ്റത് മാനേജബിൾ അല്ല എന്ന് അല്ല ഉദ്ദേശിച്ചത് കേട്ടോ. ഒന്നും കൂടെ നമുക്ക് ഈസി ടു ഹാൻഡിൽ ആണ് ഈ ഒരു ദുപ്പട്ട കേട്ടോ. അപ്പൊ ഇതാണ് ബോട്ടം വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇതിന്റെ തന്നെ കളർ ചേഞ്ച് വരുന്നതാണ്. ഇതിന് തന്നെ കളർ ചേഞ്ച് നല്ലൊരു ഇൻഡിഗോയും അതുപോലെ തന്നെ ഗ്രീൻ കളറും കൂടെ മിക്സ് ആയിട്ടുള്ളത്. ഇൻഡിഗോ ഗ്രീൻ മിക്സിങ് ആയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ സെയിം ഇതിൻ്റെ കളർ ചേഞ്ച് വരുന്നത്. ഈ ഒരു കോമ്പിനേഷനും നല്ലൊരു കോമ്പിനേഷനാണ്. ആ ഗ്രീനും നല്ല ബ്ലൂവിലേക്ക് ഗ്രീൻ എപ്പോഴും ഇൻഡിഗോയും ഗ്രീനും നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ. സോ നല്ല ഭംഗിയുള്ള കളറാണ്. അപ്പോൾ സെൻറ്റർ പാനൽ വരുന്നുണ്ട്, അതുപോലെ സൈഡ്സിലൊക്കെ ഈ ഒരു പ്രിന്റ് വരുന്നുണ്ട്. ഒരു റോസ് ഫ്ലവറിൻ്റെ ഒരു പ്രിന്റ് ആണ് വരുന്നത് കേട്ടോ. അതുപോലെ ബാക്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഇത് നമുക്ക് നമ്മുടെ പുറത്തേക്ക് വരുന്ന ഭാഗത്ത് കൊടുക്കാം, താഴേക്ക് കൊടുക്കാം, നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ബോട്ടം ഈ ഒരു സെയിം പ്രിന്റ് തന്നെയാണ്, കളർ കോമ്പിനേഷൻ മാത്രമാണ് ഡിഫറൻസ് വരുന്നത്. ദുപ്പട്ട 2.5 മീറ്റർ ആണ്. തിന്നായിട്ടുള്ള കോട്ടൺ ആണ്. തിന്ന ഭയങ്കര തിന്നല്ല, നോർമലി നമ്മൾ കാണിക്കാറുള്ള 2690 എന്നുള്ള കോസ്റ്റിനേക്കാളും ഒന്നുകൂടെ തിന്നായിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ. ഒന്നുകൂടെ റിച്ച് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. അതുപോലെ പ്രിന്റ് വൈസും സൂപ്പറാണ് കേട്ടോ. അടുത്തത് സിമന്റ് ഗ്രേ ഷെയ്ഡിൽ വരുന്നതാണ് വിത്ത് പൗഡർ ബ്ലൂ, അല്ലെങ്കിൽ പൗഡർ ബ്ലൂ അല്ലെങ്കിൽ ഐസ് ബ്ലൂ എന്നൊക്കെ പറയുന്ന ഷെയ്ഡ് വരുന്നതാണ്. ഇതിലും നമുക്ക് റെയർ ആയിട്ട് എനിക്ക് തോന്നിയ കളറാട്ടോ. അതുകൊണ്ട് ഞാൻ അതിൻ്റെ എല്ലാ ഡിസൈനും എടുത്തിട്ടുണ്ട്.
കളർ നമുക്ക് കോമൺ ആയിട്ട് കാണുന്ന ഷെയ്ഡ് അല്ലല്ലോ. എടാ സെൻറ്റർ ഇങ്ങനെ വരുന്നതാണ്. ഇതിന് കളർ ക്ലിയർ ആയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ബ്ലാക്കും അതുപോലെ തന്നെ കുറച്ച് വൈറ്റ് ഷെയ്ഡ്സ് ഒക്കെ മിക്സിംഗ് ആയിട്ടുള്ള ഓഫ് വൈറ്റ് ഷെയ്ഡും മിക്സിംഗ് ആയിട്ട് വരുന്നതാണ്. ബോട്ടം വരുന്നത് ഈ ഒരു പ്രിന്റാണ് ബോട്ടം. ഓക്കെ, ദുപ്പട്ട സെയിം ബോഡി പാർട്ടിൽ ആ ഒരു പ്രിന്റ് ആയിരിക്കും വിത്ത് ടെസൽസ് ആണ്. 2.5 മീറ്റർ ഉണ്ടായിരിക്കും. വീഡിയോ നല്ല ലോങ് ആയിരിക്കും എനിക്കറിയാം, പക്ഷെ എല്ലാവർക്കും ഈ ഐറ്റം കിട്ടണം എന്നുള്ള കാരണം ഞാൻ മിനിമം ഒരു 20 പീസ് ആയിട്ട് കാണിക്കുന്നു കേട്ടോ. ഇതിൻ്റെയൊക്കെ റിപ്പീറ്റേഷൻ വരുന്നുണ്ട്, പക്ഷെ മറ്റു സെറ്റുകളൊക്കെ പോലെ നമുക്ക് ഒരുപാട് സ്റ്റോക്ക് ചെയ്യാനുള്ള ഇത് മൊഡാൾസ് ഞാൻ പറയാറില്ല എപ്പോഴും, അജ്രക്കിൻ്റെ ഇതിലില്ല. അടുത്ത ഷെയ്ഡ് വരുന്നത് യെല്ലോ കളറാണ് കേട്ടോ. യെല്ലോ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഒരു ഹൽദി ടൈപ്പ് യെല്ലോ, പക്ഷെ ഭയങ്കര ബ്രൈറ്റ് ഉള്ള ഒരു ഗ്രീൻ മിക്സ് ആയിട്ടുള്ള ടൈപ്പ് യെല്ലോ ആണ് വരുന്നത്. അതിലേക്ക് കോമ്പിനേഷൻ വരുന്നത് പീകോക്ക് ഗ്രീൻ ആണ് കേട്ടോ. ഓക്കെ, ഇതിൽ കുറച്ചിങ്ങനെ വിട്ടിട്ടുള്ളൊരു പ്രിന്റ് ആണ് വരുന്നത്, കുറച്ച് വലിയ പ്രിന്റ് ആണ് വരുന്നത്. 49 ആണ് ലെങ്ത് വരുന്നത്. 4XL സൈസാണ് ഉള്ളത് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇത് കുറച്ചിങ്ങനെ റിച്ച് ആയിട്ടുള്ള അജ്രക് കോട്ടൺ ആണെന്നുള്ളതിൻ്റെ തെളിവാണ് ഈ ഒരു സൈഡിലുള്ള ഈ സെറി വീവിങ് കേട്ടോ. ആ ഒരു സൈഡിലെ ഈ സെറി ലൈൻ ഉണ്ടല്ലോ, അത് കുറച്ചും കൂടെ കോസ്റ്റ്ലി ആയിട്ടുള്ള കോട്ടൺ ഇതിലാണ് വരിക. അപ്പോൾ ഫുൾ ഇതുപോലെ കുറച്ച് വിട്ടിട്ടൊരു ഇതാണ് പ്രിന്റ് വരുന്നത്. ലോവർ പാർട്ടിൽ ഒരു ബോർഡർ വരുന്നുണ്ട്. ബോട്ടം വരുന്നത് ഒരു സിഗ്സാക് പ്രിന്റിൽ വരുന്ന ബോട്ടാണ് കേട്ടോ. ഒരു പീകോക്ക് മിക്സ് വരുന്ന ഗ്രീൻ ആണ്. ദുപ്പട്ട വരുന്നത് 2.5 മീറ്റർ ആണ് വിത്ത് ടെസൽസ് ആണ് കേട്ടോ. ഇതാണ് ദുപ്പട്ട വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് അടുത്തത് വരുന്നത് ഒരു എന്താ പറയാ, നമ്മളൊരു നിബ് ഉണ്ടാവും, പെൻസിലിന്റെ നിബിന്റെ ഷെയ്ഡ്, അങ്ങനത്തെ ഒരു ഷെയ്ഡ് വരുന്നതാണ് കേട്ടോ. ആ ഒരു എന്താ പറയുക, ലെഡിന്റെ കളർ വരുന്നതാണ്. അതിൽ നമ്മളിതിന്റെ ഡിസൈൻ സെയിം ഡിസൈൻ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ട് കേട്ടോ, വേറൊരു ഷെയ്ഡിൽ യെല്ലോയിലാന്ന് തോന്നുന്നു. അപ്പോൾ സെൻറ്റർ ഇതുപോലെ ഒരു ലൈൻ ബ്ലാങ്ക് ആയിട്ടൊരു പോർഷൻ വരുന്നുണ്ട്. പിന്നെ 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് പ്രിന്റ് വരുന്നത്. ബോട്ടം വരുന്നതൊരു ലൈൻ പാറ്റേൺ ആണ് ഇതുപോലെ. അതൊരു ഇൻഡിഗോ ഷെയ്ഡായിട്ട് വരുന്നത്. അപ്പോൾ ഇൻഡിഗോ വിത്ത് ഒരു ലെഡ് ഷെയ്ഡ് കൂടെ മിക്സിങ് ആയിട്ട് വരുന്നത്, കോമ്പിനേഷൻ വരുന്നതാണ്. ദുപ്പട്ട വരുന്നത് അതുപോലെ ഇൻഡിഗോ ഷെയ്ഡാണ് കേട്ടോ. ആക്ച്വലി നോമ്പ് പറഞ്ഞത് ഇപ്പോൾ ആദ്യമായിട്ട് ഇത്രയും ഒരു ലോങ് വീഡിയോ നോമ്പൊക്കെ തുറന്നതിന് ശേഷം ഇത്രയും വൈകിട്ട് വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഭയങ്കര എനർജി ഇല്ലാണ്ടാണ് വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു ഷെയ്ഡ് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വൺ വരുന്നത് നല്ലൊരു യെല്ലോ ഷെയ്ഡ് തന്നെയാണ് വിത്ത് ഗ്രീൻ കോംബോ. യെല്ലോ വിത്ത് ഗ്രീൻ. നോർമലി യെല്ലോ വിത്ത് ഗ്രീൻ എന്ന് പറയുമ്പോൾ ഭയങ്കര ബോട്ടിൽ ഗ്രീൻ ആണ് വരാറ്. ഇതൊരു പീകോക്ക് ഗ്രീൻ ആണ് വരുന്നത് കേട്ടോ. ഈ സെയിം ഇതിന്റെ ഡിസൈൻ വരുന്നത് നമ്മളിപ്പോൾ തൊട്ട് മുന്നേ കാണിച്ചില്ലേ, സെന്റർ പാനൽ അല്ലെങ്കിൽ സെന്റർ പ്ലെയിൻ ആയിട്ടുള്ള ഒരു പോർഷൻ, അതേപോലെ ആ ഒരു പ്രിന്റിന്റെ സിമിലർ ആയിട്ടുള്ളതാണ്. ബാക്ക് പോർഷൻ ഓൾ ഓവർ ഇതുപോലെ പ്രിന്റ് വരുന്നുണ്ട്. ഫ്രണ്ടില് സെന്റർ ഒരു ഡബിൾ ആയിട്ട് പാർട്ടീഷൻ വരുന്നുണ്ട് കേട്ടോ. പാർട്ടീഷൻ വരുന്നുണ്ട് സെന്റർ ബ്ലാങ്ക് ആയിട്ട്. ഓക്കെ, ബോട്ടം വരുന്നത് അതുപോലെ ഒരു ലൈൻ പാറ്റേൺ ആണ്, പീകോക്ക് ഗ്രീൻ കളറിൽ വരുന്നത് കേട്ടോ. ദുപ്പട്ട വിത്ത് ടെസലാണ്, അങ്ങനെ വരുന്ന പാറ്റേൺ ആണ്. ഇതാണ് ബോട്ടം വരുന്നത്. ഓക്കെ, അടുത്തത് ഞാൻ പറഞ്ഞ നമ്മുടെ റയർ ഷെയ്ഡുകളിൽ പെട്ടിട്ടുള്ള ചോക്ലേറ്റ് ഷെയ്ഡ് തന്നെയാണ്, പക്ഷെ ഒന്നും കൂടെ ഇത്രയും ഡാർക്ക് ആയിട്ടുള്ള ചോക്ലേറ്റ് ഷെയ്ഡ് കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ നല്ലൊരു റെഡ് മിക്സ് ആയിട്ടുള്ള മെറൂൺ കളറും കൂടെ കേട്ടോ. ഇതിൻ്റെ ഒരു ഷെയ്ഡ് നമ്മൾ ബ്ലാക്ക് കാണിച്ചിട്ടുണ്ട് തൊട്ട് മുന്നേ. ബ്ലാക്ക് ഷെയ്ഡ് കാണിച്ചു പോകുന്നുണ്ട്. ബ്ലാക്കോ മറ്റേ ഷെയ്ഡോ ഇതൊന്ന് കാണിച്ചിട്ടുണ്ട്. ഇനി അല്ലെങ്കിലും ഞാൻ വീഡിയോ കാണിക്കുന്നുണ്ട്, സൈഡിൽ നമ്പർ മെൻഷൻ ചെയ്യാം കേട്ടോ. കാണിച്ചിട്ടുണ്ട്. സെയിം തന്നെയാണ്, വിത്ത് ബ്ലൂ ആണോ കാണിച്ചത്? ഇത് തന്നെയാണോ കാണിച്ചത്? ബോട്ടം ഇങ്ങനെ വരുന്നുണ്ട്. ഓക്കെ, ഇതാണ് ദുപ്പട്ട വരുന്നത് കേട്ടോ. ദുപ്പട്ട വരുന്നതാണ്. ദുപ്പട്ട മറ്റതുപോലെ ഭയങ്കര സൈസ് അല്ല. ഓക്കെ, ഇതാണ് ദുപ്പട്ട വരുന്നത് കേട്ടോ. ഇത് ബോട്ടം. അടുത്തത് ബ്ലാക്ക് ഷെയ്ഡിൽ തന്നെയാണ്. ഈ വർക്കാണോ നോക്കട്ടെ. സെയിം നമ്മളിപ്പോൾ കണ്ടതിൻ്റെ ബ്ലാക്ക് കളറിൽ വരുന്നത് വിത്ത് മെറൂൺ കളറിൽ വരുന്നത്. ആ നെക്കിന് മാത്രമാണ് ആ ഒരു വി പാറ്റേണിൽ വർക്ക് വരുന്നത്. ബാക്കിയൊക്കെ ആ ഒരു ഫ്ലോറൽ പ്രിന്റ് ആണ് വരുന്നത്. 48 ഒക്കെ ലെങ്ത് ഉണ്ടായിരിക്കും. 4XL സൈസ് വരുന്നത് കേട്ടോ. ഓക്കെ, ബോട്ടം അടിപൊളിയാണ്. ബോട്ടത്തിൻ്റെ പ്രിന്റ് ഒക്കെ ഒരു മെറൂണും ഐവറിയൊക്കെ മിക്സിംഗ് ആയിട്ടുള്ള ബോട്ടം. സെയിം പ്രിന്റ് തന്നെ ആയിരിക്കും ദുപ്പട്ടയിലേക്കും വരിക. ദുപ്പട്ടയുടെ ബോഡി പാർട്ടിലേക്ക് വരുന്നത്. ഓക്കെ, കുറച്ചുകൂടെ തിക്നെസ് അങ്ങനെ ഇത് പറഞ്ഞിട്ട് ഗ്യാപ്പ് ഇട്ടിട്ടാണ് പ്രിന്റ് വരുന്നത് കേട്ടോ. ഇത് ബോട്ടം വരും. അപ്പൊ ഇത്രയും പീസസ് ആണ്. മൊത്തം 20 പീസോളം കാണിച്ചിട്ടുണ്ട്. ഭയങ്കര ലോങ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് അറിയാം, പക്ഷെ എന്താ ചെയ്യാം, നമുക്ക് എല്ലാ പീസും കാണിക്കണ്ടേ.
പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ട് വരുമ്പോൾ എല്ലാവർക്കും ഐറ്റം കിട്ടണമെന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് ലെങ്തി വീഡിയോ ആയിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്രയുള്ളത്. ഇഷ്ടമാകുന്ന സ്ക്രീൻഷോട്ട് എടുക്കുക, താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ഡിസൈൻ വരാം. അതുവരെയും ബൈ.